MB, I begin. Come little late. So, one of our guests, Sri Rajesh Panavalli, the singing artist, is here with us. We are thrilled to have you here. Dear sir, we can watch him on the stage, and on behalf of all the parents, staff and students, dear Rajesh, I welcome you, and we are eagerly waiting for a small performance of you. Thank you once again. Welcome, sir. ഒരുപാട് സന്തോഷമുണ്ട് വിദ്യാലയത്തിലെ സന്തോഷകരമായ നിമിഷത്തിൽ വലിയ കലാകാരനായി എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ എന്നെ വേദിയിലേക്ക് പരിചയപ്പെടുത്തിയ ശ്രീ ടീച്ചർ, അതുപോലെ തന്നെ അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഇവിടെ പഠിക്കുന്ന കുറച്ച് മിടുക്കന്മാരെ കുട്ടികളെ വേദി വെക്കാൻ വേണ്ടി സർവശക്തനായ ദൈവത്തോടും മാതാപിതാക്കളെയും എൻ്റെ ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് എല്ലാവരോടുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ പേര് രാജേഷ്, സ്ഥലം പാണാവള്ളി, ചേർത്തലയിലാണ്. ഇവിടെ 13 വർഷക്കാലമായിട്ട് ചാനലിൽ പ്രോഗ്രാം ചെയ്യുകയാണ്. തുടക്കം വോഡഫോൺ കോമഡി സ്റ്റാർസിലായിരുന്നു. വിദ്യാലയങ്ങളിൽ തന്നെയാണ് ഞാനൊരു കലാകാരൻ. എൻ്റെ അച്ഛനൊരു മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ ഒരു മൂളിപ്പാട്ട് പാടിപ്പോലും ഞാൻ കേട്ടിട്ടില്ല അച്ഛനെ. അപ്പോൾ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുപോലെ വിദ്യാലയത്തിലെ പ്രോഗ്രാമിൽ ഒരു അധ്യാപകനാണ് എന്നെ സ്കൂളിൽ നിന്ന് വന്ന് ആരെങ്കിലുമൊക്കെ നാടകത്തിൽ അഭിനയിക്കാനുണ്ടോ, താല്പര്യമുള്ള ഒരു പേര് കൊടുക്കൂ എന്ന് പറയുമ്പോൾ താല്പര്യക്കാരനായി ഞാൻ പേര് കൊടുത്തു. അന്ന് വിചാരിച്ചില്ല പിന്നീട് എൻ്റെ ഉപജീവന മാർഗം ഇതാകുമെന്ന്. അങ്ങനെ പേര് കൊടുത്തു. ഗോപി സാർ എന്ന് പറഞ്ഞ പറയാതിരിക്കാൻ വയ്യ എൻ്റെ അധ്യാപകനെ. ആ അധ്യാപകൻ കാരണമാണ് ഞാനിന്ന് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ കോളേജിലായപ്പോൾ പിന്നെ മിമിക്രിയായി. പ്രേംനസീർ സാറും അങ്ങനെ മധു സാറും അങ്ങനെയുള്ള കുറേ പേര് ശബ്ദാനുകരിച്ച് യൂണിവേഴ്സിറ്റിയിൽ 3rd ആയിരുന്നു. അതിനുശേഷം പിന്നെ വോഡഫോൺ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ഓഡിയേഷന് പോയി, അതിൽ കിട്ടി. പിന്നീട് ഞാനൊരു മാർക്കറ്റിംഗ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടുന്ന് മാറിയിട്ട് 16 വർഷക്കാലമായിട്ട് മിമിക്രി കൊണ്ട് തന്നെ ഉപജീവനം കഴിയുകയാണ്. ഇവിടെ വന്നപ്പോൾ മാമനോട് പറഞ്ഞു, ഒരു സിസ്റ്ററിനോട് പറഞ്ഞു എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യണമെന്ന്. 3 സബ്സിഡിസ് ഒറ്റ നെപ്പിലങ്ങ് അകത്താക്കി തൊണ്ട അടച്ചിരിക്കുകയായിരുന്നു പ്രോഗ്രാമുള്ളതുകൊണ്ട്. അപ്പോൾ ദൈവാധീനം കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഗുരുക്കന്മാരൊക്കെ അനുഗ്രഹം കൊണ്ട് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മലയാളത്തിലൊരു താരത്തിൻ്റെ ശബ്ദം അനുകരിക്കാം. നന്നായാലും നന്നായില്ലേലും കൈയടിക്കണം. അതാണ് മാനുഷിക പരിഗണന എന്ന് പറയുന്നത്. എനിക്കിവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. എന്താ ചെയ്യുക? അപ്പോൾ ഒന്ന് ഉഷാറായിട്ട് കൈയടിച്ച എല്ലാവരും ഇതുപോലെ നല്ല കൈയടിക്കണമെന്ന് കരയാടക്കണ്ട. ഓക്കെ, എനിക്ക് ഈ കൈയടിയല്ല, നമ്മുടെ കുട്ടികളുടെ പെർഫോം ചെയ്യുമ്പോൾ ആനുവൽ ഡേക്ക് പെർഫോം ചെയ്യുമ്പോൾ നന്നായിട്ടൊക്കെ ക്ലാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മലയാള സിനിമയിലെ അനുഗ്രഹീത നടൻ, ഏറെ ചിരിപ്പിച്ച് കാലയഭിനയിക്കുള്ളിൽ പറഞ്ഞ അതന്യായ MP കൂടിയായ നടൻ, ഇരിങ്ങാലോടക്കാരൻ, നിഷ്കളങ്കനായ തരൻ, അല്ലേ, പേരിൻ്റെ പോലെ തന്നെയാണ് ഇന്നസെന്റ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കാം, ശ്രദ്ധിക്കുക. കൈയടിക്കുമല്ലോ അല്ലേ? ഓക്കെ. എന്റെ കർത്താവേ, എനിക്കിഷ്ടായി. ഈ മുൻവശത്തിരിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടോ? എന്തെങ്കിലും എന്നോട് പറയൂ. ഇങ്ങോട്ട് ഗുജാര. മലയാള സിനിമയിൽ എല്ലാവരും മനോഹരമായിട്ട് പാട്ട് പാടും, ഞാനും പാടും. എൻ്റെ പാട്ട് കേട്ടോ, ഒന്ന് കൈയ്യോ. കൊളുക്ക് പെൺമണിയേ ഞുളുക്ക് വിദ്യകളാ മാടപ്രാപിറ പോലെ തുണക്കിലാക്കണം. തുടുത്ത പൂങ്കവിളി അയ്യേ നനുത്ത പൂഞ്ചിമിഴി മുത്താരം മുയിലാരം മുത്തമേകണം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. എനിക്ക് കുട്ടികളോട് പറയാനുള്ളൊരു പണി തുടങ്ങി തൊണ്ടയിൽ. കുട്ടികളോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ പഠിത്തമായിരിക്കണം. നിങ്ങൾ കൊച്ചുകുട്ടികളാണ്, മുതിർന്നവരുണ്ട്. നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ പഠിത്തമാണ് ലഹരി. പലതരം ലഹരികളുണ്ട്, അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പഠിത്തം ലഹരിയായിട്ട് എടുക്കുക. പഠിക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഒരുപാടാണ്, അല്ലേ? വിദ്യാഭ്യാസമില്ലെങ്കിൽ എന്തെല്ലാം കഴിവ് കയ്യിലുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നില്ല.
ഇപ്പം തന്നെ നമുക്കൊരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം. ടീച്ചർമാർ ചോദിക്കുമല്ലേ ആരാകാൻ ആഗ്രഹം, പൈലറ്റ്, കളക്ടർ, ഇത് ആരാണെന്ന് പോലും അറിയാതെയാണ് ആഗ്രഹങ്ങൾ പറയുന്നത്. ആ പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ വേണം ജീവിതത്തിൽ ആരാകണം. ഞാൻ സത്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതാണ്, എന്തിലൊക്കെ ഷൂട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ചെറുപ്പത്തിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ സത്യമായിട്ട് പറഞ്ഞതാ എനിക്ക് നടനാവണമെന്ന്. സത്യം, ഞാൻ ശ്രീനിവാസ സാറിനെ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാനായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. നാടോടിക്കാറ്റ് സിനിമ കണ്ടപ്പോൾ കണ്ട് കിടന്നുറങ്ങിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മേ ശ്രീനിവാസ സാറിന് ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കണമെന്ന്. നമ്മുടെ സിദ്ദിഖ് സാറ്, മരിച്ചുപോയ സിദ്ദിഖ് സാറ് ഡയറക്റ്റ് ചെയ്ത മധുരമൻ മലയാളം എന്നുള്ള ദുബായ് ഷോയിൽ ഞാനും രാജേഷ് പറവൂർ എന്നോടൊപ്പം ഉള്ളതാണ്, തട്ടിമുട്ടിലൊക്കെ ഉള്ളതാണ് എനിക്കറിയാം. അദ്ദേഹം കൂടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ്. ഞാൻ ശ്രീനിവാസ് സാറിന് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കണം. ഞാനിപ്പോൾ ഈ വിനീതിനോടൊപ്പം ഒരു പെയിൻറ്റിൻ്റെ പരസ്യം ചെയ്തിട്ടുണ്ട്, ഈ അടുത്ത് റിലീസ് ചെയ്യാം, ആംബോസ് പെയിൻറ്റ്. അപ്പോൾ ഞാൻ വിനീതിനോട് പറഞ്ഞു ഞാനിങ്ങനെ അച്ഛനെ സ്ക്രിപ്റ്റ് പറയാൻ സ്വപ്നം കണ്ടിട്ട് അത് സാക്ഷാത്കരിച്ചു എന്നുള്ളത്. അപ്പോൾ ആഗ്രഹങ്ങളാണ്, ആഗ്രഹങ്ങൾ എന്തുണ്ടായാലും ആഗ്രഹത്തിൻ്റെ അളവ് കൂടുതലായാൽ നമുക്ക് അത് സഫലീകരിക്കുന്നുള്ളതിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണം, അല്ല വായിച്ചറിഞ്ഞതൊന്നുമല്ല, അനുഭവത്തിൽ നിന്ന് പറയണം. അപ്പോൾ കുട്ടികളോട് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക. ഇവിടെ ഒരു കഥ ഞാൻ പറയാം, കേട്ടിട്ടുള്ള കഥയായിരിക്കും ചിലരൊക്കെ. ഒരു കോഴിയുടെ കഥയാണ്. കോഴി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, വീട്ടിലൊക്കെ കോഴി വളർത്തുന്നതാണ്. അല്ലെ തന്നെ വീട്ടിൽ വളർത്തുന്നതിൽ ഡെയിലി മേടിച്ച് വറുത്ത് പല പേരിൽ, കോഴി എന്ന ഒറ്റ പേരിലല്ലേ, നമുക്കൊക്കെ ഒറ്റ പേരില്ല, ശ്രീജ, അന്നമ്മ, ത്രേസ്യ, വർഗീസ് അല്ലേ. കോഴി ചത്തു കഴിയുമ്പോൾ പല പേരില്ല, ജീവിക്കുമ്പോൾ ഒറ്റ പേര്, മരിച്ചു കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ, ചില്ലി അല്ലേ, ഇങ്ങനെയൊക്കെ പോകും. അപ്പോൾ കോഴിയുടെ കഥയാണ്. വലിയൊരു ഹോട്ടല്, അവിടെ അംബാനിയേക്കാൾ പണക്കാരൻ, ഞാൻ പണത്തിൻ്റെ മൂല്യം വന്ന് കൂട്ടാനാണ് അംബാനിയുടെ പേര് പരാമർശിച്ചത് കേട്ടോ, അല്ലാതെ വേറെ വിവാദം ഉണ്ടാക്കാനല്ല. അംബാനിയേക്കാൾ പണക്കാരൻ അയാളുടെ വില കൂടിയ കാറിൽ വന്നിറങ്ങുന്നു. ഈ ഹോട്ടലിലേക്ക് കയറുമ്പോൾ റിസപ്ഷനിൽ ഒരു കോഴി ഇരിക്കുകയാണ്. റിസപ്ഷനിൽ ഒരു കോഴി ഇരിക്കുന്നു. കണ്ട നയൻതാരയേക്കാൾ സുന്ദരിയായ ഒരു കോഴി. അപ്പോൾ ഈ പണക്കാരന് തോന്നുകയാണ്, എല്ലാ രാജ്യത്തും ഞാൻ പോയിട്ടുണ്ട്, റിസപ്ഷനിൽ ഒരു കോഴി ഇരിക്കുന്നു. അപ്പോൾ കോഴി ചോദിച്ചു, പട്ടി വേണ്ട, എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്ത് വേണം? അപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി. കോഴി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അപ്പോൾ അടുത്ത് നിന്നൊരു സപ്ലയർ വെയിറ്റർ വന്നു. അയാളോട് ചോദിച്ചു കോഴി. അയാൾ പറഞ്ഞു, സാറേ ഇത് ലോകത്തൊന്നേ ഉള്ളൂ, നമ്മുടെ മുതലാളി വാങ്ങിച്ചതാണ്, 40 ഭാഷ സംസാരിക്കും. 40 ഭാഷ സംസാരിക്കുന്ന കോഴിയോ? എങ്കിൽ മുതലാളിയെ വിളിക്കും, എനിക്ക് ചായയൊന്നും വേണ്ട. അപ്പോൾ കോഴി പറഞ്ഞു, സാർ ഇവിടെ ഇരിക്കണം. മലയാളത്തിൽ പറഞ്ഞു, അത് തമിഴിൽ പറഞ്ഞു, കന്നഡയിൽ പറഞ്ഞു. ഇയാൾ അടിപൊളി ഞെട്ടി, കാരണം ലോകത്ത് മുഴുവൻ സഞ്ചരിച്ചിട്ട് ഇങ്ങനെ ഒരു കോഴി അയാൾ കണ്ടിട്ടില്ല. അയാളുടെ കാശിൻ്റെ ഇതുകൊണ്ട് അയാൾ മുതലാളിയെ ഉറക്കത്തിൽ കിടന്ന് മുതലാളിയെ വിളിച്ചു വരുത്തി. മുതലാളിയോട് പറഞ്ഞു, ഈ കോഴീനെ എനിക്ക് വേണം, ഞാൻ അറിയപ്പെടുന്നൊരു ധനികനാണ്. അപ്പോൾ ആ ബിസിനസ്സുകാരന് മനസ്സിലായി, അതേ സാറിനെ എനിക്കറിയാം ഈ കോഴി. അപ്പോൾ അയാൾ പറഞ്ഞു, 1 കോടി രൂപ കൊടുത്ത് ഞാൻ മേടിച്ച കോഴിയാണ്, ഇതിൽ 40 ഭാഷ സംസാരിക്കും, ഇങ്ങനെ ഈ ലോകത്ത് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തരില്ല. ഈ മുതലാളി ഒരു മലയാളിയാണ്. അവൻ പറഞ്ഞു 2 കോടി രൂപ തരാം, കൊടുത്തില്ല. 3 കോടി രൂപ തരാം. ശരാശരി മലയാളിയുടെ സ്വഭാവം മുതലാളി കാണിച്ചു. 3 ഇരട്ടി കിട്ടിയപ്പോൾ മൂല്യം നോക്കില്ല, കൊടുത്തു. അങ്ങനെ 3 കോടി രൂപയ്ക്ക് കോഴിയെ വാങ്ങിച്ച കാറിൽ വെച്ച് ഈ ധനികൻ അയാളുടെ വീട്ടിൽ ചെന്നു. കോളിംഗ് ബെല്ലടിച്ചു. വൈഫ് നിറഞ്ഞ പുഞ്ചിരിയുമായി വാതിൽ തുറന്നു. വൈഫിനോട് അയാൾ പറഞ്ഞു, ഒരു സർപ്രൈസ് ഉണ്ട്. വൈഫ് പറഞ്ഞു, ചേട്ടൻ്റെ ഒരു സർപ്രൈസ് ഉണ്ട്. അയാൾ വാഷ്റൂമിൽ കയറി കുളിച്ച് റെഡിയായിട്ട് വന്നപ്പോൾ ഭക്ഷണം റെഡിയായിരിക്കുന്നു. ചിക്കനുണ്ട്, ബീഫുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്, വിപുലമായിട്ടുണ്ട്. അയാൾ എടുത്തു, ഡെക്കെടുത്ത്, താറാവെടുത്ത് കഴിച്ചു, ബീഫെടുത്ത് രുചിച്ചു. എന്നിട്ട് അയാൾ ചോദിച്ചു, എന്താണ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്? ഭാര്യ പറഞ്ഞു, നിങ്ങളെന്താണ് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്? അയാൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയാം, നീ പറ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, ബിസിനസ്സിൻ്റെ തിരക്കിൽ നിങ്ങൾ മറന്നുപോയി, പക്ഷേ ഞാൻ എല്ലാം ഒരുക്കിയിട്ടുണ്ട്, കഴിച്ചതിന് ശേഷം കേക്ക് മുറിക്കാം. ഇത് നിങ്ങളുടെ സർപ്രൈസ്. അയാൾ പറഞ്ഞു, കാറിൽ ചെന്ന് നോക്ക്, ഒരു സംഭവം ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ട് പോവാം. അവർ പറഞ്ഞു, അത് നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ എടുത്തു. അതാണ് ഇപ്പോൾ കടിച്ചു പിടിച്ചിട്ടിരിക്കുന്ന കാല്, വറുത്ത് വെച്ചേക്കോ. ഞാൻ ഒന്നാലോചിച്ച് ചോദിക്കുക, 3 കോടി രൂപ മുടക്കി മേടിച്ചിട്ട് വന്നതിന് വറുത്ത് പൊരിച്ച് ഭർത്താവിന് കൊടുത്തേക്കായി പെണ്ണുപിള്ള. അയാൾ ദേഷ്യം വന്നു. അയാൾ എന്ത് വെച്ചാൽ അയാൾ അലറി അവിടെ കിടന്നു. നിനക്കറിയാമോ നീ എന്ത് പണിയായത്? 3 കോടി രൂപ മുടക്കിയതാണ്, 40 ഭാഷ സംസാരിക്കുന്നതാണ്, നീ എന്താ ചെയ്തത്? അപ്പോൾ അവർ പറഞ്ഞു, നിർത്ത്, കലിതുള്ളാൻ വരട്ടെ, നിങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. 3 കോടി വിലയുള്ള കോഴിയാണ്, 40 ഭാഷ സംസാരിക്കും. പക്ഷേ കഴുത്തെ ഞാൻ കത്തി വെച്ചപ്പോഴെങ്കിലും അറിയാവുന്ന ഭാഷയിൽ ഇതിന് പറയാമായിരുന്നു, എന്നെ കൊല്ലല്ലേ, ഇത്രയും സവിശേഷതകളുള്ള ആളാണ് ഞാനെന്ന്. അത് പറഞ്ഞില്ലല്ലോ, അപ്പോൾ അത് ചാകേണ്ടതാണ്. അപ്പം പഠിച്ചാൽ പോരാ, പഠിക്കേണ്ടത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ വായന. ഇപ്പോൾ പത്രം വായിക്കുന്ന കുട്ടികളുടെ മൊബൈൽ കിട്ടിയോടുകൂടി എല്ലാവരും കന്നഡ വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സ്കൂളിലാണ് കന്നഡക്കാർ കുറവുള്ളതെന്നുണ്ട്. കന്നഡ വെച്ചവർ മോശമെന്നല്ല ഞാൻ പറയുന്നത്. അത് കൂടുതൽ നമ്മൾ ഈ മൊബൈലിൻ്റെ ഉപയോഗം കൂടിയതോടുകൂടിയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പറഞ്ഞു കേട്ട അറിവാണ്, എന്നിലേക്ക് വരരുത്. അപ്പോൾ നമ്മൾ പത്രം വീട്ടിൽ വരുത്തുക, പത്രം വായിക്കാൻ ഒരു അരമണിക്കൂർ സമയം കുട്ടികൾ കണ്ടെത്തുക. ആ
പത്രം വായന കൊണ്ട് ലഭിക്കുന്നത് നിങ്ങൾ പാഠ്യേതര വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം ജനറൽ നോളജ് എന്ന് പറയുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നമ്മളൊരു +1 വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ PSC ഇപ്പോൾ രക്ഷിതാക്കളെ എന്താണ് +1 ഒക്കെ കഴിയുമ്പോൾ PSC കോച്ചിങ്ങിന് വിടും അല്ലേ? അപ്പോൾ ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ ഒരു തൊഴിലിനുള്ള അറിവ് ഇവർ നേടും. അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ PSC എന്ന് പറഞ്ഞിങ്ങനെ ചുവന്ന് നടന്ന ലിസ്റ്റിൽ പോലും വരില്ല. എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൊച്ചുകുട്ടികൾ ചെയ്യേണ്ടത് പത്രം വായിക്കുക. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണീ, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണീ. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണീ, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണീ. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണീ. ദീപനാളം കണ്ടുപായും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലെരിഞ്ഞിടല്ലുണ്ണീ. അങ്ങനെ പരസ്യങ്ങളുടെ പിറകെ പോയി ചിറകുവെന്ത് കരിഞ്ഞ് മണ്ണിലെരിയാനുള്ളവരല്ല നമ്മൾ ആരും തന്നെ. നമുക്കൊക്കെ ഒറ്റ ജന്മം ഉള്ളൂ അല്ലേ? പുനർജീവനം ഉണ്ടോ? ഉണ്ടാകട്ടെ. ഈ ജന്മം പരസ്പരം സ്നേഹിക്കുക, വിശ്വസിക്കുക, നമ്മളാൽ കഴിയാവുന്ന നമ്മുടെ വരുമാനത്തിൽ നിന്നൊരു സഹായം നമ്മളിൽ താഴെയുള്ളവർക്ക് കൊടുക്കാൻ നമ്മളെല്ലാവരും നിർബന്ധിതരാകുക അല്ലേ? ഞാൻ വേറൊരു കാര്യം പറയാം. 100 രൂപ വരുമാനമുള്ളവർ, 1000 രൂപ വരുമാനമുള്ള, 10,000 രൂപ വരുമാനമുള്ളവർ ചെയ്യാവുന്നൊരു കാര്യമാണ് 10 രൂപ മാറ്റിയിടുക. നമ്മൾ ആലോചിച്ച് ആ 10 രൂപ ഒരു മാസം മാറ്റുമ്പോൾ അത് എത്രയാകും? 300 രൂപയാകും അല്ലേ? ആ 300 രൂപ ഒരു വർഷമാകുമ്പോൾ എത്രയാകും? 3600 രൂപയാകും അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അങ്ങനെ 10 പാരൻസ് ചെയ്യുമ്പോൾ ഈ സ്കൂളിൽ അങ്ങനെയുള്ള കുട്ടികളുണ്ടാകുന്നേ എനിക്കറിയില്ല. ദരിദ്രനായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും, വീട് വെച്ച് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ നമ്മൾ കുട്ടികളെ പ്രേരിപ്പിക്കുക. പരസ്പരം സ്നേഹിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന ദൈവം നല്ലതെന്ന് പ്രാർത്ഥിക്കുന്നു. say a warm welcome is the universal language of kindness. To officially open the celebration, a great everyone gathered here. I now invite Sister Jocelyn Abraham to deliver the welcome address. Let's welcome her with a big round of applause. Good evening to all of you. Respected dignitaries on the dais, dear parents, reverend sisters, staff, loving students and my friends. With immense pleasure,
I welcome you all to the 41st annual day celebration of our school. In this auspicious occasion, I would like to share the remarkable statement of Nelson Mandela. Education is the most powerful weapon which you can use to change the world. Yes, in the 19th century, it was put into practice by our founder father, Saint Kuriakose Elias Chavara. He opened a common platform for education by establishing schools attached to church Pallikku oru Pallikudam in Kerala. I remember him gratefully because we are also lucky to be a link of that long chain of schools. Rani Mata Public School strives to nurture students to wholeness along with academic excellence. Its annual day celebration opens a venue for the students to showcase their talents. We believe our students are a bundle of possibilities, and we pray and bless that they may attain the best. With this introductory note, I move on my duty of welcoming you to all this function. Reverend Sister Leah, Vicar Provincial, CMC Memela Province, Ernakulam, is presiding over this annual event. She is an experienced teacher, a formator, and has proved to be an outstanding superior in many of our convents. I extend a warm welcome to you, dear sister. It is our privilege to welcome Honorable M.B. Sri High B. Eden, who consented to inaugurate the school annual day of this year. In the midst of his busy schedule, he found time to be with us. We are grateful for your presence, dear sir. On behalf of the stakeholders of this institution, parents, staff, students, hearty welcome, dear sir. We appreciate the presence of our ward councillor, Sri Manu Jacob, who is here to encourage us by his facilitation. As a leader, he is always ready to help us. I extend hearty welcome to you, dear Manu. PTA President Sri Emmanuel Vincent is here to felicitate us this day. He is our constant supporter. Hearty welcome, dear sir. In the absence of our manager, Reverend Sister Pavana, formally I welcome her also. Advocate Sheetal Baby, our alumni representative, is with us. He is a practicing lawyer. He is a motivative of He will be a good motivator of youngsters by her presence and experience sharing. In the name of all the staff and students, I welcome you, dear Sheetal Baby, for addressing the gathering. I would like to extend a warm welcome to all the parents, well-wishers, reverend sisters, staff, students, PTA committee members to this program. Finally, once again, I welcome each one of you to this function. Remain blessed throughout the whole new year 2025. Thank you so much. Thank you, Sister Jesseline, for your gracious and heartfelt words of welcome. Your address truly sets the tone for the grand celebration ahead. Now, a lamp symbolizes knowledge, hope and positivity. As we light this lamp, we not only illuminate the stage but also the path of wisdom and growth ahead of us. We are truly honored to have Sri High B. Eden sir, the esteemed MLA of Kochi, with us today. He will lead the ceremonial lighting of the lamp and deliver the inaugural address. Let's welcome Sri High B. Eden sir. A warm round of applause.
അധ്യക്ഷ, റാണിമാത പബ്ലിക് സ്കൂളിൻ്റെ പ്രിയപ്പെട്ട വികാർ പ്രൊവിൻഷ്യൽ റെവറൻഡ് സിസ്റ്റർ ലിയ CMC, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ റെവറൻഡ് സിസ്റ്റർ ജസ്ലിൻ എബ്രഹാം, ഈ വാർഡിൻ്റെ കൗൺസിലർ എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ മനു ജേക്കബ്, അലുമിനായി റെപ്രസെൻറ്റേറ്റീവ് അഡ്വക്കേറ്റ് ശീതൽ ബേബി, പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ശ്രീ മാനുവൽ വിൻസെൻ്റ് CJ, ഇവിടെ എത്തിച്ചേരേണ്ട സ്കൂളിൻ്റെ മാനേജർ റെവറൻഡ് സിസ്റ്റർ പാവന, ഹെഡ് ഗേൾ എൽമ അജു പുന്നൂസ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട റാണിമാത പബ്ലിക് സ്കൂളിലെ സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, പാരൻസ്, സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയും ഏറെ അഭിമാനത്തോടു കൂടിയുമാണ് റാണിമാത പബ്ലിക് സ്കൂളിൻ്റെ 41ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻസിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത്. ഞാൻ ഒരുപാട് ആനുവൽ ഡേ സെലിബ്രേഷൻസിലും മറ്റ് ചടങ്ങുകളിലും ഈ സ്കൂളിൽ സംബന്ധിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് നിങ്ങളുടെ കുട്ടികളുടെ കലാ പ്രതിഭകളെ സർഗശേഷി പ്രകടിപ്പിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ സ്കൂളുമായിട്ടുള്ള അസോസിയേഷൻ ഞാനിവിടുത്തെ ജനപ്രതിനിധിയായി 2011 ഒരു MLA ആയി വന്ന കാലഘട്ടം മുതലുള്ളതാണ്. ആൻഡ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് അസോസിയേഷൻ has been continuing for the last 14 years. I'm very proud to say that I represent a constituency which has immense number of educational institutions, especially a school which is run by the CMC sisters. Their congregation has a number of institutions like the St. Mary's School, which cater education in the state syllabus. They have a higher education school. They have the St. Joseph's B.Ed Training College, which is one of the best in the state for teachers' education. And we have the Ranimada Public School, which is again in the ICSE segment, which is even more tougher than the CBSE syllabus. So it's with great pride and joy I always come to this institution. We have a lot of constraints being in the heart of the city, but it is very interesting to find that 41 years back the CMC sisters thought that quality education would be something which would be the need of the hour. 41 years back, right in the middle of the city, they decided to start a school not in the state syllabus but in the ICSE segment, where even we have a support of huge number of students. And as I said, there are land constraints, there are space constraints. In spite of everything, even a student from the common school, common family background, social background, financial background, had the chance to access qualitative education, which is actually the need of the hour. And being a member representing such a constituency, I am happy to say that a lot of our sisters, nuns, run educational institutions which are very much par excellent, and they always make sure that every common family has access to these institutions. It is a beautiful concept of the sisters, and stage by stage they have advanced and expanded their wings to the higher education scenario also. We always, when we talk of education, have a huge concept when it comes to imparting qualitative education. When, especially in the segment of higher education, we are always skeptical. Now, a lot of our young boys and girls go abroad, go to the different states apart from Kerala,
to Bengaluru, to Chennai, to Mumbai, to Delhi, to Hyderabad for the higher education segment. We actually have a disconnect between the general education scenario and higher education scenario. Like the Honorable Sister said in the welcome speech, Saint Chavara Kuriakos Elias, the visionary priest, now declared as saint 10 years back, had envisioned Kerala. He was one of those revolutionary leaders who envisioned Kerala right before the pre-independent movements, where every church should have a school to impart education, not just for students from the Christian community, but from across the cross section, from every religion and caste, from every gender. He made sure that students are given education. As a result of that, Kerala bloomed in the primary education scenario, in making Kerala 100% literate state, in making sure that we have the maximum number of students who are enrolled to the higher education scenario. When we have a comparison, when we look at the national average, we are proud to say that we are the state who has the maximum number of students to the higher education scenario. But it's quite unfortunate on the other side that we don't have qualitative institutions in the higher education scenario. When we look at the number of the engineering colleges or medical colleges or B schools or law schools for that matter, we should say that none of the magazine ratings or institutional rankings says that Kerala has this institution which is the first 50 in the country, the first 50 medical college or engineering college or B schools or law schools, or for that matter arts and science college. So it is a time where we have to seriously think upon the higher education scenario. I'm very sure that not just the governments but our private sector, our managements would also seriously think of imparting that. Whenever I come to this institution, we always have a lot of queries when we are crowded inside a city. I remember first when I came to the school, the sisters were complaining of people even using the street as a public toilet. There was a time when we had discussed about that. After, even much later, after years, we can see the central government and the state government has spent 72 crores for the renovation of a very modern market inside the city, which has benefited a lot of students as well, because the waste management was a huge problem for not just St. Mary's but for Rani Mada as well. Now we have the state-of-the-art modern market which has accommodated a number of street vendors and the licensed holders of the Market Stall Owners Association. Now we have a beautiful market and washrooms attached to that. Even now there are anti-social elements who are using the street as a toilet, but again now and then we are trying to make sure that it is a better space for our students to be in a safe environment. I'm happy to be again here for the 41st annual day celebrations. I'm sorry that I'm late for the program. I had some prior commitments and the timings had been changed in between. I'm very happy to be here. I wish all the very best for the students, and I would like to also tell our parents that our students are not just students who are bright in academics, or every ambition of every student would be different. Every student, every social background of student are different. And I believe that not just in academics, they are very good athletes, people who are interested in sports, in arts and culture, in dance and music. I believe that the parents should entertain them, should give them support to the extracurricular activities also whoever they are interested in. So I congratulate everybody, and I would like to declare this 41st annual day celebrations of Rani Mada Public School as inaugurated. Thank you. Jai Hind. Thank you, Sir Haibidan, Honorable MP, for your inspiring words and for gracing this occasion with your esteemed presence. Your support and encouragements mean a great deal to us. Sir, please receive our token of love.
Mr. Manu Jacob, our respected ward councillor, to the stage to deliver the felicitation. റാണിമാത പബ്ലിക് സ്കൂളിൻ്റെ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയങ്കരനായ MP ശ്രീ ഹൈബി ഈഡൻ, പ്രിൻസിപ്പൽ സിസ്റ്റർ ജസ്ലിൻ അബ്രഹാം, റവറൻ സിസ്റ്റർ ലിയ CMC, ഏറ്റവും പ്രിയമുള്ള PTA പ്രസിഡന്റ് ശ്രീ മാനുവൽ വിൻസൻ, അലൂമിനായി റെപ്രസെൻറ്റേറ്റീവ് അഡ്വക്കേറ്റ് ശീതൽ ബേബി, ഇവിടെ സന്നിധരായിട്ടുള്ള ഏറ്റവും പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, ഏറെ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. റാണിമാത സ്കൂളിൻ്റെ ആനുവൽ ഡേ എന്ന് പറയുന്നത് സിസ്റ്റർ ജസ്ലിൻ എന്നെ ഏകദേശം ഒരു മാസം മുന്നേ ആണ് എന്നെ വിളിച്ച് ഇങ്ങനൊരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞ് ഡേറ്റ് പ്രത്യേകം ബ്ലോക്ക് ചെയ്ത് വയ്ക്കണം, MP-നെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം ഇപ്പോൾ ഇന്നിവിടെ വൈകുന്നേരം എല്ലാവരും ഇങ്ങനെ ഒത്തുചേർന്ന് കൂടുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് വളരെയധികം തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ ഒരു മാസമായി ഇതിന് ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ഇവിടുത്തെ ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പളിനെയൊക്കെ പ്രത്യേകം എടുത്ത് പറയാതിരിക്കാൻ വയ്യ. പല ആനുവൽ ഡേ MP നേരത്തെ പറഞ്ഞു, പല ആനുവൽ ഡേ പല സ്കൂളുകളിലും നടക്കുന്നുണ്ട്. പക്ഷേ റാണിമാത സ്കൂളിൽ നടക്കുന്ന ആനുവൽ ഡേയിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അത് എല്ലാ രീതിയിലും, അത് കുട്ടികൾക്കുള്ള അവസരമാവട്ടെ, മാതാപിതാക്കൾക്കുള്ള അവസരമാവട്ടെ, അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ പ്രിപ്പറേഷൻസും എടുത്തുകൊണ്ടാണ് ഇവിടെ ഈ ആനുവൽ ഡേ എല്ലാ കൊല്ലവും നടത്തപ്പെടുന്നത്. അത് ഒരു ലൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കൊതുക് കടി ഇവിടെ വരുന്നവർക്ക് ഉണ്ടാവരുത്, അപ്പോൾ അതുകൊണ്ട് ഫോഗിങ് ചെയ്യണം, അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ വശത്തു നിന്നുമുള്ള കരുതൽ ഈ ചടങ്ങിൽ എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം ടീച്ചേഴ്സിനും പ്രിൻസിപ്പളിനും എല്ലാം ഈ അവസരത്തിൽ അവർക്ക് ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നതിൻ്റെ, ഇങ്ങനൊരു എഫേർട്ട് എടുക്കുന്നതിന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾ ഓരോരുത്തർക്കും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സമയത്തൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടീച്ചറെ കുറച്ച് നാൾ മുന്നേ കാണാനിടയായി. അപ്പോൾ ടീച്ചർ എന്നോട് ഞാൻ ചോദിച്ചു, മിസ്സേ എങ്ങനെയുണ്ട് സ്കൂൾ, എങ്ങനെയാണ് കുട്ടികൾ? അപ്പോൾ ടീച്ചർ എന്നോട് തമാശ രൂപത്തിലാണെങ്കിലും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ തലേ ദിവസം ടീച്ചർ പഠിപ്പിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി തലേ ദിവസം തന്നെ കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ടീച്ചർമാരെ നേരിടാൻ വരുന്നത്. അത് പലപ്പോഴും കുട്ടികളുടെ ഇന്നത്തെ ഒരു ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഗൂഗിളാണ്. ഗൂഗിൾ തീർച്ചയായും നമുക്ക് ഒരു ഡേറ്റ ബൊമ്പാർഡിംഗ് ആണ്. നമുക്ക് പല രീതിയിലുള്ള ഇൻഫർമേഷനാണ് ഗൂഗിളിലൂടെ കിട്ടുന്നത്. പക്ഷേ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവർ നമുക്ക് കൺകണ്ട ദൈവങ്ങളാണ്. അവർ നമുക്ക് പകർന്നു തരുന്നത് വിദ്യാഭ്യാസം മാത്രമല്ല, നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചറുണ്ട്. അത് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ടീച്ചർമാരിലൂടെയാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളിലൂടെയാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ആ ബഹുമാനത്തോടെയും, ഇപ്പം ഞാൻ എൻ്റെ ടീച്ചർ പറഞ്ഞ കാര്യം അതൊരു തമാശയായി മാത്രം, ഒരു കുട്ടിയുടെ തമാശയായി മാത്രം കരുതിയാൽ മതി. പക്ഷേ പൊതുവേ കുട്ടികൾക്കുള്ള ഇപ്പോഴത്തെ ഒരു കാര്യം, ഗൂഗിളാണ് അവരുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് മാതാപിതാക്കൾക്ക് പോലും വാട്സാപ്പിലൂടെ വരുന്ന ഇൻഫർമേഷനുകൾ ഏത് തെറ്റ് ഏത് ശരി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സമയമാണ്. അപ്പോഴാണ് ഇത്രയും കുഞ്ഞു കുട്ടികളുടെ അടുത്തേക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ വരുമ്പോൾ തീർച്ചയായും അത് അവർക്ക് ശരി ഏത് തെറ്റ് ഏത് എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കൺകണ്ട ദൈവങ്ങളായ ടീച്ചർമാരെടുത്ത്, അവരെടുത്തായിരിക്കണം നിങ്ങളുടെ ഗുരുത്വം നേടേണ്ടത്, അല്ലാതെ ഗൂഗിളോ അല്ലെങ്കിൽ മറ്റൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷനോ അല്ല എന്ന് കുട്ടികളോട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും നല്ല ഈ സമയം അത് ഏറ്റവും നന്നായി പഠിക്കുവാനും കളിക്കുവാനും കൂട്ടുകൂടുവാനും എല്ലാം നിങ്ങൾ ഉപയോഗിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഏറെ സന്തോഷത്തോടെ ഈ ആനുവൽ ഡേയിൽ നിങ്ങളുടെ കൂടെ ഒപ്പം ചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. Thank you, sir, for your thoughtful words and for always supporting our endeavor. Sir, please receive our token of love. I request the distinguished guests to move on to the ground to watch the band display.
Every milestone achieved, every memory created, and every dream realized contributes to the legacy of a school. As we gather here tonight, let us take a moment to reflect on the past year, a year filled with hard work and achievements. To take us on this nostalgic journey, I invite Ms. Vincy Raphael to present the glimpses of the year. Good evening to one and all. Today, Rani Mata Public School is celebrating its 41st annual day. I feel honored to extend a hearty welcome to our distinguished chief guest, Honorable MP Sri Haibide, Vigar Provincial Sister Leah CMC, Ward Councillor Sri Manu Jacob, Senior Artist Sri Rajesh Panavalli, Alumni Representative Advocate Sheetal Baby, PTA President Sri Manuel Vincent CJ, Manager Sister Pavana, Principal Sister Jasrin Abraham, dear sisters from neighboring convents, heads of institutions, PTA members, dear parents, well-wishers, staff and students. I take great pleasure in welcoming all of you on this special occasion on our annual day celebration and to present the annual report of all activities undertaken during the academic year 2024-25. First of all, I thank God Almighty for the prevailing leadership and blessings showered upon us throughout this academic year. I express my heartfelt gratitude to Vimala Educational Agency, our provincial superior and councillors, Manager Sister Pavana and the Ranian community for their active support and cooperation. You have helped us to move forward successfully with commitment and dedication. I acknowledge the selfless service of the PTA, dedication of teachers, service mentality of non-teaching staff, the initiative of the student council, the prefects, the class representatives for their teamwork and mutual support. I also thank all our well-wishers and local supporters for the tremendous support for the upliftment of this institution. This occasion gives a great opportunity to highlight the achievements accomplished by the school. As in the previous years, the year plan was prepared with a vision on improving the quality and excellence for building a responsive education system based on competence, commitment, and performance. This year, as we charted out our year plan, we planned out various ways for inculcating the values of mercy through acts of charity, both corporal and spiritual works of mercy. We also aimed to encourage a spirit of healthy competition among our students, and it was reflected in the events organized during the whole academic year. Our school excelled both in academic and co-curricular activities. The outgoing students performed well and became the 15th consecutive batch to attain 100% results. Master Raghav J. Mallan, the top scorer, received cash awards of ₹1,000 from the ICSE board. He also got one certificate of merit for scoring full marks in mathematics from the ICSE board. We were awarded by the Vimala Educational Agency for attaining 10% result in the ICSE board examination. Besides this, we received P.T. Thomas MLA Award for the same. Our students were able to perform well in various inter-school competitive examinations and extracurricular activities. We encourage all our students to accept responsibilities for their learning and behavior and also to become confident, independent and creative thinkers who will contribute to a just society. I entrust the school to the divine hands of our patroness Rani Mata and invoke her prayers for the journey ahead. It is my pleasure now
to yield the floor to the presenters. May God bless you all. Thank you. Thank you, Vinnisima, for beautifully capturing the essence of your journey. Your presentation reminds us of the shared efforts and triumphs that define our school. Then, we are delighted to present you a glimpses of the year, a recap of our journey through the past year. Let's take a walk down memory lane and relive the moments made this year truly special. The future belongs to those who believe in the beauty of their dreams. Greetings from Rani's. With a deep sense of exhilaration and delectation, I present the annual report of the year 2024-25. Rani Mada Public School is situated in the heart of Cochin City, detached from the hustle and bustle of city life. It is owned and run by the Congregation of the Mother of Carmel, Vimla Province, Ernakulam, and is affiliated to ICSE. This is a co-educational institution with the principal aim of molding the children socially, spiritually, and ethically for the needs of the modern world, without compromising to traditional values. Our school has completed 40 fruitful years with various milestones. We experienced the warmth of Christmas through messages and the presence of Santa. To conclude, it is rightly said that the secret of all undertakings is hard work and self-reliance. I avail this opportunity today to express my heartfelt thanks to Reverend Sister Paula CMC, our manager, and Sister Jesselyn Abraham, our principal, who have boosted our efforts to make this school one of the best schools. On this joyous moment, I thank each and every one of you for your relentless support and encouragement. The dedication and untiring efforts have taken Ranians to the towering heights of success and accomplishment. Thank you. The future belongs to those who believe in the beauty of their dreams. Greetings from Rani. It's now time to hear from a leader who has been a guiding light to our institution. I invite Reverend Sister Leah CMC to deliver the presidential address. Please join me in one here to this stage. ഇന്നത്തെ ഈ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്ത ശ്രീ MP ശ്രീ ഹൈബിയുടെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ മാതാപിതാക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, റാണിമാത വിദ്യാലയത്തിന് ഇന്ന് ഒരു ഉത്സവ ദിനമാണ്. 41ാമത്തെ ആനുവൽ ഡേ സെലിബ്രേഷനായി നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. എറണാകുളം പട്ടണത്തിൻ്റെ നടുവിൽ വളരെ ശാന്തമായി സ്വസ്ഥമായി ഒഴുകുന്ന ഒരു നദിയാണ് ഈ റാണിമാത വിദ്യാലയം എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഇവിടം വളരെ സ്വസ്ഥമാണ്. അറിവിൻ്റെ ഈ നദിയിൽ നിന്നും എത്രയോ വിദ്യാർത്ഥികളാണ് ജ്ഞാനം സ്വീകരിച്ച് നന്മയുടെ പ്രഭ വിതറി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ജലം ദാഹത്തെ ശമിപ്പിക്കുന്നത് പോലെ അറിവ് അജ്ഞതയെ അകറ്റുന്നു. നദിയോരങ്ങളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളും ഫലങ്ങളും പൂക്കളും നമ്മുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്നത് പോലെ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ ഇവിടെ നിന്നും ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് നന്മ വിതറി എത്രയോ ജീവിതങ്ങൾക്കാണ് തണലായി ആശ്വാസമായി മാറിയിരിക്കുന്നത്. ഇവരെ നമുക്ക് അനുമോദിക്കാം, അഭിനന്ദനങ്ങൾ നേരാം. വിശുദ്ധനായ ചാവറിയച്ചൻ വിദ്യാലയ പ്രേക്ഷിതത്തിനെ അങ്ങേയറ്റം വിലമതിച്ചവരും ചങ്കോട് ചേർത്ത് പിടിച്ചവരുമാണ്.
ആ വിശുദ്ധ പിതാവ് മാതാപിതാക്കളോടായി ഇപ്രകാരം പറയുന്നു: പ്രിയ മാതാപിതാക്കളെ, സർവേശ്വരൻ തമ്പുരാൻ സൂക്ഷിച്ച് വളർത്തുവാനായി നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന നല്ല നിക്ഷേപമാണ് നിങ്ങളുടെ മക്കൾ. എത്രയോ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും പ്രാർത്ഥനയോടും കൂടി വേണം ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളെ വളർത്താൻ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ കുട്ടികൾ വളരുക. ഇവിടെ വിവേകത്തോടും വിശുദ്ധിയോടും കൂടി വേണം കുട്ടികൾ വളർന്നു വരാൻ. വേണ്ടത്ര കാര്യഗൗരവമില്ലാതെ, ചിന്തിക്കാതെ, വീണ്ടും വിചാരമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിലേക്ക് വീണു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ നിക്ഷേപം. ആ മക്കളെ വെളിച്ചത്തിൻ്റെ മക്കളായി വളർത്താൻ, നന്മയുടെ മക്കളായി വളർത്താൻ പ്രിയപ്പെട്ട അധ്യാപകരും ഈ മാനേജ്മെൻറ്റും പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ശ്രദ്ധയും കരുതലും വളരെ അനിവാര്യമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയാം, തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈ വിദ്യാലയത്തോട് ഏറെ സഹകരിക്കുന്നവരാണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇവിടുത്തെ അധ്യാപകർ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്ററിനോടൊപ്പം ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു, അഭിനന്ദനങ്ങൾ നേരുന്നു. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ വിദ്യാലയത്തിനും കുടുംബത്തിനും അഭിമാനമാണ്. ദൈവം ഈ കുരുന്ന ഹൃദയങ്ങളിൽ നിറച്ചു വച്ചിരിക്കുന്ന നന്മയും വിശുദ്ധിയും വിടർന്ന് പ്രശോഭിക്കട്ടെ. ഈ വിദ്യാലയത്തിന് എല്ലാവിധ നന്മകളും നേരുകയാണ്. ഇത് ഉയരത്തിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പീഠത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ട ഒരു വിളക്കായി പ്രഭ തൂകി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പുതുവർഷത്തിൻ്റെ നന്മകൾ ഏവർക്കും നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി. Sister, please receive our token of love. Every great institution is built on the foundation of unwavering support, dedication, and belief in its vision. Tonight, we are honored to have among us distinguished individuals who have played a pivotal role in nurturing our school's growth and celebrating its achievements. Now, I welcome Sheetal Baby, an accomplished alumnus of our school who stands as a shining example of values we cherish and nurture. Her journey inspires us all, and we are privileged to hear from her today. Let's welcome Advocate Sheetal Baby to the stage. A very warm good evening to everybody. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ ജെസ്ലിൻ എബ്രഹാം, Vicar Provincial, Reverend Sister Leah CMC, PTA President Manuel Vincent, other dignitaries in their absentia, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ആദ്യമേ തന്നെ ഇന്ന് ഈ ഒരു റാണിയൻ ഈവിൽ അലൂമിനി റെപ്രസെൻറ്റേറ്റീവായി നിങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കാനായി അവസരം ഒരുക്കി തന്നതിന് റാണിമാതയുടെ പ്രിൻസിപ്പൽ റെവറൻഡ് സിസ്റ്റർ ജസ്ലിൻ എബ്രഹാമിനും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. റാണിമാത എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2016 പാസ് ഔട്ടാണ്. ഓൾമോസ്റ്റ് 8 ഇയേഴ്സായി ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട്.
റാണിമാത വാസ് ലൈക്ക് എ സെക്കൻഡ് ഹോം ടു അസ്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീട്ടിൽ നിന്ന് നോക്കിയാൽ പിന്നെ നമ്മൾ സ്കൂളിലാണ്. വി എൻജോയ്ഡ് ഇറ്റ് എ ലോട്ട്. ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ട് 10th വരെയാണ് റാണിമാതയിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ത്രൂ ഔട്ട് the person standing right in front of you is a product of Rani Mata. അത് ഒരു സംശയം കൂടാതെ തന്നെ എനിക്ക് പറയാം. ഇന്നീ വേദിയിൽ പരിഭ്രമമില്ലാതെ പേടിയില്ലാതെ നിങ്ങൾക്ക് മുൻപിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് റാണിമാതയിലെ വേദിയിൽ പ്രസംഗിച്ച് പഠിച്ചതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്. കാരണം റാണിമാത നമ്മൾക്ക് തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് അത്രയ്ക്ക് ഇൻമെൻസ് ആയിരുന്നു. വേറൊരു വിദ്യാലയത്തിലും നമ്മൾക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല എന്ന് ഐ എം പ്രിറ്റി ഷുവർ. ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയോടും നിങ്ങൾക്ക് ഭാഗ്യമാണ് റാണിമാതയിൽ പഠിക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഡാൻസ് കളിക്കാനാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും പ്രസംഗിക്കാനാണെങ്കിലും ഇവിടെ നിന്ന് കിട്ടുന്ന അവസരങ്ങളെന്ന് പറയുന്നത് അനവധിയാണ്. ഇവിടെ നിങ്ങൾ പ്രസംഗിച്ച് പഠിക്കുക, ഡാൻസ് കളിച്ച് പഠിക്കുക, എല്ലാ കോമ്പറ്റീഷൻസിലും പങ്കെടുത്ത് ആ ഒരു മടിയും ആ ഒരു പേടിയും നിങ്ങളുടെ പോകട്ടെ. കാരണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ധൈര്യവും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസുമാണ് നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി പോകുന്നത്. Rani Mata has given me a lot of good friends, a lot of opportunities, a lot of qualities ഞാൻ ഇവിടെ നിന്നാണ് പഠിച്ച് വളർത്തിയെടുത്തിരിക്കുന്നത്. അന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ ഐ വാസ് ലൈക്ക് ഇംഗ്ലീഷ് തീരെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ എഴുതാനും വായിക്കാനും ഇത്ര വൃത്തിയായി സംസാരിക്കാനും പഠിച്ചത് റാണിമാതയിൽ ഇൻസി മിസ്സിൽ നിന്നാണ്. ഇൻസി മിസ് അന്ന് മലയാളം തീരെ അറിയാത്ത ആളായിരുന്നു. ഞങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലുള്ളവർ ഇൻസി മിസ്സിന് മലയാളം പഠിപ്പിച്ചു, ഇൻസി മിസ് ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഞങ്ങളുടെ ബാച്ചിലെ എല്ലാവരും everybody is successful. Almost a lot of assistant professors are there, a psychologist is there, and I am here, a nurse is there. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും റാണിമാതയിൽ നിന്ന് കിട്ടിയ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഭയങ്കര വാല്യുബിൾ ആണ്. ആൻഡ് വൺ അഡ്വൈസ് ഐ വോണ്ട് ടു ഗിവ് എവ്രിബഡി, എവ്രി ലിറ്റിൽ റാണിയൻസ് ഇവിടെ ഉള്ളവർക്ക് എനിക്ക് പറയാനുള്ളത്, യു ഗൈസ് ഷുഡ് റിയലി സ്റ്റഡി ഹാർഡ്. കാരണം ലൈഫിൽ നമുക്ക് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ സെക്കൻഡ് ചാൻസസ് കിട്ടുന്നത് ഭയങ്കര റെയറായിട്ടാണ്. അപ്പോൾ പഠിക്കാനുള്ള സമയം വിനിയോഗിക്കുക, പഠിക്കുക തന്നെ ചെയ്യുക. പക്ഷേ അതിൻ്റെ ഒപ്പം എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് കണ്ടപ്പോൾ യു ക്യാൻ സീ എന്തോരം ഫങ്ഷൻസ് ഉണ്ട് നമുക്കിവിടെ, എന്തോരം കോമ്പറ്റീഷൻസ് നമുക്കിവിടെ ഉണ്ട്, എന്തോരം കൈൻഡ് ഓഫ് ഡെസിഗ്നേഷൻസ് നമുക്കിവിടെ ഉണ്ടെന്ന്. ലൈക്ക് ഐ വാസ് എൻ ആർട്സ് ക്യാപ്റ്റൻ. ആർട്സ് ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്നത് എല്ലാ സ്കൂൾസിലും ഇല്ലാത്തതൊക്കെയാണ്. അപ്പോൾ ആർട്സ് ക്യാപ്റ്റൻ, സ്പോർട്സ് ക്യാപ്റ്റൻ എല്ലാം ആവാൻ കഴിയട്ടെ, എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാൻ കഴിയട്ടെ, പങ്കെടുക്കുക. സ്പോർട്സ് ആവട്ടെ, ആർട്സ് ആവട്ടെ, ഈ വേദി അത്രമാത്രം ഉപയോഗപ്പെടുത്തുക. ഇവിടുത്തെ ടീച്ചേഴ്സിനെ അത്രമാത്രം ഇത്ര റിസോഴ്സസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. വി ഹാവ് എൻ എക്സലൻറ്റ് ലൈബ്രറി. ഇവിടെ ലൈബ്രറി അവേഴ്സ് യൂട്ടിലൈസ് ചെയ്യുക, വായിക്കുക. നിങ്ങൾ റാണിമാതയെ എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുക അത്രത്തോളം യൂസ് ചെയ്യുക എന്ന് തന്നെ ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും പറയും. ആൻഡ് വേറെ സ്കൂൾസിനെ പോലെ ആയിരുന്നില്ല. വി ഡോണ്ട് ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഇവിടെ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂൾ ടോട്ടൽ ഒരു 30 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദ ലെവൽ ഓഫ് അറ്റാച്ച്മെൻറ്റ് ഞങ്ങളുടെ ഇടയിൽ വാസ് വെരി ബിഗ്. ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളെയും ഫ്രം LKG ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും പേര് വരെ അറിയായിരുന്നു. അത്രയ്ക്കൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടിക്കും ലഭിക്കാനും പോകുന്നത്, ലഭിച്ചിട്ടുള്ളത്. സോ എവറിബഡി യൂസ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് ത്രോൺ ടു യു ഫ്രം ഹിയർ. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു ദ റാണിയൻ ഗ്രൂപ്പ് and all the students who are waiting to participate in the programs. All the very best. Have a great evening. Thank you all. Thank you, Advocate Sridhar Baby, for your words and for always being a proud member of our family. Then I invite Mr. Manuel Vincent CJ, our respected PTA President, whose unwavering support and leadership have been instrumental in bridging the gap between parents and the school. Please welcome him to the stage. വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലുള്ള എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ മൈക്ക് ഞാൻ ഓടിച്ചതല്ല. ഇപ്പം പിണറായി വിജയനായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പണി ഇപ്പോൾ പോയേനെ. അപ്പോൾ അത് എൻ്റെ കുറ്റം കൊണ്ടല്ല മൈക്ക് ഒടിഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നമ്മൾക്കിന്ന് ഇവിടെ 41ാമത് ആനുവൽ ഡേ, റാണിമാതയുടെ ആനുവൽ ഡേ ആണ്. എല്ലാവരും വളരെ ക്ഷീണിതയായിട്ടാണ് ഞാൻ കാണുന്നത്, അല്ലേ? ഒരു ഉഷാറില്ല എല്ലാവർക്കും. നല്ലൊരു കൈയടി അടിച്ച എല്ലാവരും.
ഓക്കെ സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ഇവിടെ നമ്മുടെ ചടങ്ങിലെ പേരുകളൊക്കെ IB ഈഡൻ, മനു ജേക്കബ്, അങ്ങനെ വലിയ ആൾക്കാരുടെ പേരുകളൊക്കെ കണ്ടു. ഞാൻ വളരെ ടെൻഷനായി, എന്താണ് പറയേണ്ടത്. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നാളെ ഞാൻ സ്കൂളിൽ എനിക്കൊരു പ്രസംഗമുണ്ട്, എന്തു പറയും? അവൾ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, നിങ്ങൾ കൂടുതൽ പറഞ്ഞ് കുളമാക്കണ്ട, നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനല്ല അവിടെയുള്ള ആൾക്കാർ വന്നിരിക്കുന്നത്, അവരുടെ കുട്ടികളുടെ പെർഫോമൻസ് കാണാനാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് കുളമാക്കുന്നില്ല. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഓരോ വാർഷിക ആഘോഷങ്ങളും നമ്മെ ചിന്തിപ്പിക്കുന്നത് പുതിയ വർഷത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്തതൊക്കെ ശരിയാണോ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ എല്ലാം റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പോകുന്നത്, എല്ലാം റേറ്റിംഗാണ്. നമ്മൾ ഏത് സ്റ്റാറിലാണ് നിൽക്കുന്നത് എന്നുള്ളത് പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സ്റ്റാർ, 5 സ്റ്റാർ, 3 സ്റ്റാർ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ സമ്പന്നമായ വർഷങ്ങളാണ് കടന്നുപോയത്. നമുക്ക് ഉറപ്പിച്ച് പറയാം, നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ പറയാം, റാണിയിലെ ഉറച്ച വിശ്വാസത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്, ഏറ്റവും നല്ല ഒരു വർഷമാണ് നമ്മുടെ കടന്നുപോയത്. അത് ഇപ്പോൾ റിപ്പോർട്ട് അവതരണം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും. ഏറ്റവും നല്ലൊരു റിപ്പോർട്ടായിരുന്നു നമുക്ക് കണ്ടത്. എന്തെല്ലാം സീനിൽ പറഞ്ഞ പോലെ എന്തെല്ലാം പരിപാടികളാണ് നമ്മുടെ ഈ റാണിമാതയിലൂടെ നടന്നു പോകുന്നത്. അപ്പോൾ ഈ കുഞ്ഞു സ്കൂളാണെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വലിയ കാര്യങ്ങളാണ്. അവസ്ഥകൾ എന്തായാലും ആനന്ദമാക്കി സന്തോഷമാക്കി മുന്നോട്ട് തന്നെ പോകണം. ഇപ്പോഴത്തെ ജനറേഷനിൽ ന്യൂ ജനറേഷൻ ഇവനാനേ ഒന്ന് പൂ തരാമോ എന്നൊക്കെയുള്ള പാട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ന്യൂജൻ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി മുന്നേറാൻ വരും വർഷങ്ങളിൽ പുതിയ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുവാനും എല്ലാം നമുക്ക് സാധിക്കട്ടെ. കൂടുതൽ പറഞ്ഞ് ഞാൻ ആ ഭാര്യ പറഞ്ഞ പോലെ കുളമാക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ പരിപാടി ഗംഭീരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാതാപിതാക്കൾക്കും പുറകിൽ ഒരുങ്ങി നിൽക്കുന്ന കുട്ടികൾക്കും അവരുടെ പെർഫോമൻസൊക്കെ നന്നാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your words and for representing the collective voice of our parent community. Victory is the fruit of hard work, determination and resilience. Today we take a moment to honor the champions among us, the students who have made us proud with their remarkable achievements. The moment of truth has arrived. I am delighted to hand over the mic to our charming anchor, Ainsley Innes, who will announce the proud winners of our school. Ladies and gentlemen, a very good evening to one and all. It gives me immense pleasure to welcome you all to the prize distribution ceremony of this academic year 2024-25. This is much awaited event every student's life, as it gives the returns to the efforts put in by them throughout their academic endeavor. It gives a sense of achievement and sense of responsibility towards fulfilling further commitments. So let me start with the moral science. Moral science is a foundation of virtuous life, and our students have shown remarkable proficiency in this subject. It is a pleasure to introduce the winner of the moral science exam, who has showcased outstanding knowledge and insight. So let's begin with standard 1. Arden Thomas get the first place. Arden Thomas, please give them a loud applause. From standard 2, first place goes to Evans and the Sergeant. Standard 3, Niana Jewel Sham. Standard 4, Anushree J. Malan.
Standard 6, Jenna Mariana. Standard 7, Kiran Kuwar. Standard 8, Ramnath Jivat. Standard 9, Rohit Krishna V.S. And from Standard 10, Anna Marian Thomas. The rest of the winners will be awarded later. So thank you to all the winners. Thank you, sister. As we conclude the formal proceedings of this evening, it is time to express our gratitude to everyone who made this event a grand success. Now I invite Elma to deliver the vote of thanks. Good evening, everyone who has gathered here today. It is my honor and privilege as a student to deliver the vote of thanks. This is an opportunity for me to express my heartfelt gratitude to all those who have made today's annual day celebration a resounding success. First and foremost, I would like to thank God Almighty for His endless blessings, guidance, and grace. Without His divine support, none of this would have been possible. We are grateful for His presence in our lives, which continues to inspire and guide us every step of the way. We are truly honored to have Sri Rajesh Panavalli, a renowned sign artist, as our guest of honor for today's celebration. We sincerely appreciate him for accepting our invitation and taking the time to be with us on this special occasion. His presence here adds immense value to this event. Thank you, sir. Permit to thank Sri Haibi Eden, MP Ernakulam, for inaugurating today's celebration. His presence here adds great significance to the occasion. Your leadership and commitment to the community continue to inspire us, and we are honored to have you with us today to officially inaugurate this wonderful event. Thank you, sir. I thank our ward councillor, Sri Manu Jacob, for offering felicitation. Thank you, sir. We are delighted to have Advocate Sheetal Baby, a proud alumna of our school, with us today as the alumni representative. We are grateful for the support and connection she maintains with our institution. Advocate Sheetal, thank you for joining us today and for sharing your journey, which motivates our current students to reach greater heights. We are proud to have you as part of our school's legacy. Thank you, Sheetal. I extend thanks to Reverend Sister Leah CMC, Viga Provincial, for delivering presidential address, and we are truly grateful for your continued support. Thank you, sister. I thank Manuel Vincent, our PTA President, for his continuous support and dedication to strengthening the school-parent bond. Thank you, sir. Next, I thank Reverend Sister Pavana, our manager, for honoring and celebrating our winners today. Your encouragement inspires us all to strive for excellence. Thank you, sister. I extend heartfelt thanks to our principal and leader, Reverend Sister Jocelyn Abraham, for her visionary leadership and constant support. Her dedication and commitment to the growth and success of our school inspire us all to reach greater heights. Thank you, sister. I express sincere gratitude to Srimati Vinci Rafi, Staff Secretary, for presenting the Annual Report 2024-25. Her hard work in reflecting on our achievements have truly captured the essence of this past year. Thank you, ma'am. And finally, I extend a warm thank you to all the parents, students, teaching and non-teaching staffs for their hard work, dedication and constant support. Without your collective efforts, none of this would have been possible. You are the heart of this institution and we deeply appreciate everything you do. Thank you all and have a wonderful evening. Thank you, Elma, for your words of appreciation. ICC Board Exam 2023-24 Proficiency Topper
Master Raghav J. Malan, it's our pleasure to recognize the outstanding achievement of our student in the ICC 2023-24 board exams. We proudly present the proficiency to Raghav J. Malan. I invite Sister Pavna CMC to come and hand over the prizes, please. And also, ICC board exam 2023-24 mathematics, full marks for Raghav J. Malan. We request the honor of your presence as we acknowledge Raghav J. Malan, remarkable feat of scoring full marks in mathematics in ICSE 2023-24 board exams. Let us come together and celebrate this academic achievement. Moving on to Core Fund Connection. And now, let's recognize the efforts of our students who went above and beyond to support a noble cause, because welcome the winners of our fund collection drive who demonstrated exceptional compassion and generosity. The first place and the most collection goes to Standard 3. Any of the Standard 3 students are here, please come to the stage. This goes to Miss Mavis Lindsay Lewis. Second place goes to UKG. Miss Annie, please accompany the students. Miss Annie, please accompany the students. Moving on to Chabra Euphrasia scholars of Chabra Euphrasia Scholarship who have demonstrated outstanding achievement and a commitment to pursuing their education dreams. From KG section, Merlin Martin, LKG. First place goes to Merlin Martin. Second, Dhruvi Vijay, UKG. LP section, Standard 2, Kesia Teresa. Second place, from Standard 3, Shvedam R. Shanai. Shvedam R. Shanai. I just know it's off in here. Shvedam, please come to the stage. Shvedam from Standard 3. Third place, from Standard 4 and 12. Moving on to UP section. First, Jenna Mary Anub of Standard 6. Second, Preet S. Shah from Standard 7. High school section. First, Shivapriya E.S. of Standard 9. Shivapriya. Second, Anna Maria Thomas of Standard 10. Thank you, Sister Pavna, for doing the honor. പ്രിയ സിസ്റ്റർ ജസ്ലിൻ ആൻഡ് ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇപ്പം കുറച്ച് സമ്മാനമേ കൊടുത്തുള്ളൂ. ബാക്കി സമ്മാനങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല
ഞാൻ സിസ്റ്റർ ജസ്റ്റിനെ ഉൾപ്പെടെ എല്ലാ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും പേരൻസിനെയും എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. എല്ലാവരും പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് ഒത്തൊരുമിച്ച് പോകുന്നതിൻ്റെ വിജയമാണ് നമ്മളുടെ കുട്ടികൾ നേടുന്ന സമ്മാനം. അവർ ജൂൺ മാസം തുടങ്ങി ഒരു ജനുവരി ഫെബ്രുവരി മാസം വരെ അധ്വാനം ചെയ്ത് പല ക്ലബ്ബുകളിലൂടെ പല സ്പോർട്സിലൂടെ കായിക മേളകളിലൂടെ എല്ലാം സമ്മാനങ്ങൾ വാങ്ങിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. കൺഗ്രാജുലേഷൻസ്. Moving on to arts competition, it's time to applaud the artistic talents of our students. We proudly present the winners of our arts competition. We have showcased their skills, originality and creativity. Now I would like to invite our PTA President, Mr. Manuel Vincent, to give away the prizes. Mr. Manuel Vincent, please come to the stage to give away the prizes. Sir, should accompany the students. Jasmine Group, teachers in charge, please accompany the students to receive the prize. Winners are Dahlia, Group Dahlia. The winner. Teachers, please accompany.
we are going to give the Chavra Euphrasia Speech Competition Prize. We would like to extend our gratitude to CMI congregation for their collaboration efforts and organizing this Chavra Euphrasia Speech competition. We also appreciate and participation for our dear students and the teacher. The teacher I will let you know later. First let me call upon the children, and I would like to ask Ms. Sister Jason Edrama Principal to come and hand over the certificates to the children. Maria Stefani Tuno. Leonel Senel. Tilden Tito. Niana Joel Sham. Johan Skaria Anu. Johan Skaria Anu. Evan P.A. Evan P.A. Aidan Ajit John. And Joel. Crisbel Maria Manoj. Sam Augustine. Sarah Ann. Joanne Maria Anna. Jenna Mary Anna. Yevnan Mario Puducherry. A. Stephen C. Leslie. Joanna Mariam Joseph. Vipul Kumar. Joel Joshi. Hannah Han Joseph. Helena Sajid. And the teacher is Miss Sinio for her special performance in participating in Chavra Speech Competition. Please give her a loud applause. Thank you, sister, for doing the honor. And congratulations to all the winners and the ones who participated. Thank you. Have a wonderful time.